സ്ഥാനാർത്ഥി ഇനി ആവണില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു 1.5 മാസം മുമ്പ്. കാരണം 25 വർഷമായി പാലക്കാട് നഗരസഭ BJP താമര ചിഹ്നത്തിൽ ജയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ 2000 ആദ്യമായി ജയിക്കുമ്പോൾ ഈ വാർഡ് കോൺഗ്രസിൻ്റെ വാർഡായിരുന്നു. കോൺഗ്രസിൻ്റെ വാർഡിൽ നിന്നും BJPയെ തിരിച്ചു പിടിച്ചത് ഞാൻ തന്നെയാണ്. അതിന് പരിസര വാർഡുകളൊക്കെ എൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇവിടെ BJPയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് ഒരുപാട് ആൾക്കാർ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിച്ചത്. ഇപ്പോൾ വേണ്ട എന്ന് പാർട്ടിയോട് തന്നെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അതിൽ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇത്ര കാലം ഉണ്ടായിരുന്നു, ചെയർപേഴ്സണായി ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞിരുന്നു ഈ നഗരസഭയുടെ ഈ ഭരണ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കൃഷ്ണകുമാർ പരാജയപ്പെട്ടത് എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വലിയൊരു പ്രയാസം ഈ നഗരസഭാ ഭരണത്തിൻ്റെ അധ്യക്ഷ എന്ന നിലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഇല്ല, എനിക്ക് നേരിടേണ്ടി വന്നില്ല. കഴിഞ്ഞ 2015 to 2020 പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സണായി ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് 2020 to 2025 2 വർഷം എനിക്ക് തന്നു. ആ 2 വർഷം 7 വർഷം നഗരസഭാ അധ്യക്ഷയായിട്ട് ഇരുന്നിട്ട് പാലക്കാടൻ ജനതയ്ക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ BJP എനിക്ക് തന്ന അവസരം വളരെ നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആത്മാർത്ഥത എനിക്കുണ്ട്. പൊതുവായി പറയുന്ന കാലത്ത് അവസാന കാലഘട്ടത്തിലാണെങ്കിൽ പോലും BJPക്കകത്തെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് കൗൺസിലർമാരുടെ ഒരു വിഭാഗം ഒറ്റപ്പെടുത്തിയെന്നൊരു തോന്നലുണ്ടായിരുന്നു. പല പരിപാടികളിലേക്കും ക്ഷണിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചില സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ ഒരു നഗരസഭ അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില മാനസിക വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്തൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. അങ്ങനെയുള്ള കൂടുതലായിട്ട് പങ്കെടുക്കാറില്ല. മാനസിക വിഷമം ഉണ്ടായതേ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ തന്നെ അതൊരു ഇവിടെ തന്നെ പൊതുവെ ജനങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത എന്നുള്ളത്. പത്രമാധ്യമങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതലെന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇപ്പം പുതുതായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. അല്ലല്ല ഞാൻ കഴിഞ്ഞ തവണ 2015 to 2020 ഞാൻ മത്സരിക്കില്ല പറഞ്ഞാണ്. എന്നെ നിർബന്ധിച്ച് വീണ്ടും ചെയർപേഴ്സണാണ്, അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കണം, കഴിഞ്ഞ 5 വർഷത്തെ നിങ്ങളുടെ പ്രകടനം വളരെ നല്ല രീതിയിൽ ചെയ്താണെന്ന് പാർട്ടി എന്നോട് ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിലാണ് ഞാൻ 2000 തന്നെ വീണ്ടും ഞാൻ 2015-20 വീണ്ടും ഞാൻ മത്സരിക്കാൻ നിന്നത്. ഇല്ല, ഞാനത് നേരത്തെ എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള അവസരം ഞാൻ നിഷേധിച്ചു. കാരണം ഞാൻ സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് ഞാൻ എൻ്റെ പറഞ്ഞിരുന്നു ഞാൻ ഇനി മത്സരിക്കാനില്ല. പറയാനുള്ളൊരു കാരണവും ഈ ഇപ്പോൾ ചെയർപേഴ്സണായി നിന്നു, അത്തരം ഒരു സഹകരണം എല്ലാ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെ പോയത് കൂടിയാണോ? ഇല്ല, അങ്ങനെയല്ല. എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ 2 വർഷം നഗരസഭയുടെ ഈ 2 വർഷം വളരെ നല്ല പ്രവർത്തനം, 16 പ്രോജക്റ്റുകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അത് എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ്. എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് അവിടെ പാലക്കാട് നഗരസഭയിൽ എനിക്ക് പെരുമാറാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ജീവനക്കാർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറിയിരിക്കണം എന്നുള്ളത്. സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഈ ഏകപക്ഷീയമായ കൃഷ്ണകുമാർ പക്ഷത്തിന് അനുകൂലമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയായ ഒരു വിമർശനം ഇപ്പോൾ വരുന്നുണ്ട്. കുറേ ആഗ്രഹിച്ച അപ്പുറത്ത് നിന്ന് എതിർ ശബ്ദം ഉയർത്തി അല്ലെങ്കിൽ പാർട്ടി നന്നാവണമെന്നുൾപ്പെടെ പറഞ്ഞ ആളുകൾക്കൊട്ടും സ്പേസ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതെ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, എനിക്കുണ്ട്. അത് എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ 13-ലും 14-ലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണി വരെ എന്നെ അറിയിക്കാത്തതിൻ്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഇല്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ തറവാട്ടിൽ ഇന്നലെ മണ്ഡല പൂജയുടെ ഇല്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഇല്ല, എന്നെ സ്ഥാനാർത്ഥി നിർണയം പോലും എന്നെ അറിയിച്ചിട്ടില്ല. ഇന്നലെ 3 മണി വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. അവരെന്നെ കാണാൻ വന്നു. അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി. ഔദ്യോഗിക പക്ഷം കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രൂശിക്കപ്പെട്ട ആളാണ് ചേച്ചി, അല്ലേ? അതെ. പ്രത്യേകിച്ച് അവസാന സമയത്ത് ചേച്ചിയെ
ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ അത് സംസ്ഥാന നേതൃത്വത്തോട് ചേച്ചിയെക്കുറിച്ച് പരാതി പറഞ്ഞു, അത് വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ സംസ്ഥാന നേതൃത്വത്തിനെ ഞാൻ നേരിട്ട് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായി. ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതൊരു MLA-യുടെ പരിപാടിയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ നഗരസഭയുടെ ഒരു റോഡ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമാണ് ചെയർപേഴ്സൺ കാണുന്നത്. അത്രയേ ഉള്ളൂ. ഞാനൊരു നഗരസഭ അധ്യക്ഷയാണ്. എനിക്ക് അവിടെ വികസനം എവിടെ വരണു എന്ത് വരണമെന്നില്ല. ആ വികസന പദ്ധതിയിൽ ഞാനിങ്ങോട്ട് ഉൾക്കൊള്ളുക എന്നുള്ള ഇതിലാണ് ഞാൻ പങ്കെടുത്തത്. അതിൽ ഞാൻ സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആയുധമായിട്ട് വെച്ചാൽ ഞാൻ അങ്ങനെ സ്ഥാനാർത്ഥിത്വം ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കതറിയില്ല, അത് ശിവരാജേട്ടനോട് തന്നെ ചോദിക്കണം. ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തിൽ നിന്ന് ക്രൂശിക്കപ്പെട്ടു അങ്ങനെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച ഒരാളാണ് പ്രിയ അജയൻ. അതെനിക്കറിയില്ല, അത് പ്രിയ അജയനോട് ചോദിച്ചാൽ അതിന്റെ വിവരം അറിയാം. എനിക്ക് അവരെ കുറിച്ച് പറയില്ല. എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാൻ പറയാം. എനിക്ക് വേറൊരു വ്യക്തിയെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. ജീവിതം നഗരസഭയിലേക്കുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് ജീവിതം ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഈ മത്സരിക്കുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചത് ഈ കൃഷ്ണകുമാർ പക്ഷത്തിൽ നിന്നുള്ള അല്ല എനിക്ക് പ്രായമായി. കാരണം 25 വർഷം ഉണ്ടെങ്കിൽ യുവാക്കളാണ് പാലക്കാട് BJP ഭരിക്കുന്ന ഒരു നഗരസഭയിൽ വരേണ്ടത്. അവർക്കാണ് പ്രാതിനിധ്യം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആരോടുമുള്ള ദേഷ്യം കൊണ്ടല്ല. 25 വർഷം ഞാൻ വളരെ വ്യക്തമായിട്ട് പാലക്കാട് നഗര ജനതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളൊരു ഈ തെരഞ്ഞെടുപ്പോടുകൂടി പാർട്ടി പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കണമെന്നുള്ളൊരു കൃഷ്ണകുമാർ പക്ഷത്തിന്റെ തീർച്ചയായിട്ടും അതല്ല എനിക്കും കൂടെ ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും കാലം 10 വർഷം പാലക്കാട് നഗര ജനത BJPക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ബഹുഭൂരിപക്ഷത്തോടെ 3-2 ഭൂരിപക്ഷത്തോടു കൂടെ BJP ഭരിക്കാനുള്ള അവസരം പാലക്കാട് ജനത തരും എന്നുള്ള ഉറപ്പുണ്ട്. സംഘടന പാർട്ടി പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാനുള്ള കൃഷ്ണകുമാർ പക്ഷത്തിന്റെ നീക്കമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഏകപക്ഷമായ സ്ഥാനാർത്ഥികളെല്ലാം വെട്ടിനിർത്തി സ്വന്തം താല്പര്യമുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥികളാക്കിയെന്ന് പറയുന്നു. അത് പൂർണ്ണമായിട്ടും അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ സ്ഥാനാർത്ഥികൾ ആരായാലും എനിക്ക് അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി വിജയിക്കുക എന്നുള്ളതിനപ്പുറം ചില വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതെനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെയൊന്നും അഗാധമായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ 10 വർഷം പാലക്കാട് നഗര ജനത BJPക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ BJPയെ ബഹുഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 2020 ചേച്ചിനെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടാണ് പരിഗണിച്ചത് എന്ന് പറഞ്ഞാണ് മത്സരിച്ചത്. പക്ഷേ അന്ന് പ്രിയ അജയനെയാണ് ചെയർമാനാക്കിയത്. അത് പാർട്ടി തീരുമാനമാണല്ലോ. പാർട്ടിയുടെ തീരുമാനത്തിൽ ലംഘിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ലല്ലോ. കാരണം വീണ്ടും അത് ശരിയില്ലാന്ന് തോന്നിയത് കൊണ്ടാണല്ലോ 2024 വീണ്ടും എന്നെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ആ തിരഞ്ഞെടുത്ത ആ 2 കൊല്ലം വളരെ നല്ല പെർഫോമൻസ് ചെയ്തു എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റിയത് അതെനിക്ക് അറിഞ്ഞൂടാ, അത് പാർട്ടിയോട് ചോദിക്കണം. ഉഷ വന്ന പരിപാടിയിൽ നിന്ന് ചെയർപേഴ്സൺ ഉൾപ്പെടെ മാറ്റി നിർത്തിയതിൽ വലിയ വേദന തോന്നിയോ? ഇല്ല, എനിക്കൊരു വേദനയില്ല. കാരണം എന്നെ അറിയിച്ചിട്ടേ ഇല്ല. ഞാൻ സംഭവം ഇവിടെ ഇല്ല, എന്നെ അറിയിച്ചിട്ടില്ല. എനിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. കക്ഷിരാഷ്ട്രീയത്തിന് ആദ്യമായി എല്ലാ കൗൺസിലർമാരും എന്നെ ഒരു വികസന കാര്യത്തിന് എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ പോകും.